ഹായ് ഓൾ, ഇത് ഞങ്ങളുടെ വർക്കലയിലെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. വർക്കലയിൽ ഞങ്ങൾ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് അടിച്ച് പൊളിച്ചതിനുള്ള വീഡിയോ ആയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ കുറച്ചൊന്ന് കറങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എവിടേക്കാണ് എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ആണ് ഇന്ന്. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്ലാനൊന്നും ഇല്ലാതെയാണ് വർക്കലയിലേക്ക് പോയത് കേട്ടോ. അവിടെ ചെന്നിട്ടെല്ലാം പ്ലാൻ ചെയ്യാം എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് റിസോർട്ടുകാരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് അതിനനുസരിച്ച് സമയവും സൗകര്യം അനുസരിച്ച് എല്ലാം പ്ലാൻ ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ എന്തായാലും ആദ്യത്തെ ദിവസം വർക്കലയിൽ തന്നെ റിസോർട്ടിലും ബീച്ചിലും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് സ്പെൻഡ് ചെയ്തു. അപ്പം പിന്നെ ഞങ്ങൾ റിസോർട്ടുകാരുടെ അടുത്ത് ചോദിച്ച് അടുത്ത് നമുക്ക് കാണാൻ പോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ച് അവർ തന്നെ ഞങ്ങൾക്കൊരു ട്രാവലറൊക്കെ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ വലിയൊരു കുട്ടികളൊക്കെയും കൂടി ആയിട്ട് ഒരു 12 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ട്രാവലറൊക്കെ അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോൾ ഞങ്ങൾ അന്ന് രാവിലെ തന്നെ ആണുങ്ങളൊക്കെ ഒന്ന് ബീച്ചിൽ കൂടെയൊക്കെ ഒന്ന് നടക്കാൻ പോയി കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി ഒന്ന് എൻജോയ് ചെയ്തതിന് ശേഷം ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ റെഡിയായി കുറച്ചൊരു ചെറിയ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറപ്പെട്ടത്. അപ്പോൾ ഞങ്ങൾ ആദ്യം പോയത് നമ്മുടെ ജഡായു പാർക്കിലേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 1 മണിക്കൂറോളം ദൂരം ഉണ്ട് അങ്ങോട്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞപ്പം എൻ്റെ പൊന്നെ, ആ മലയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഞങ്ങൾക്കൊന്നും അത് കയറാനുള്ള ശേഷിയൊന്നും ഇല്ല. മുമ്പൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ കയറാമായിരുന്നു. പിന്നെ ഇതായി നമ്മുടെ മക്കളുടെ പ്രായത്തിലൊക്കെ ഞങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ പ്രായത്തിലൊക്കെ ആയിരുന്ന സമയത്ത് അതൊക്കെ അങ്ങനത്തെ കുന്നുകളൊക്കെ ഓടിച്ചാടി കയറുമായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങളും കണക്കാ, ഞങ്ങളുടെ മക്കളും കണക്കാ, ആർക്കും വയ്യ ഇത് കയറാനൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും റോപ്പ് വേ വഴി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു താഴെയും തന്നെ റോപ്പ് വേ ഒക്കെ ഉണ്ടാകുമായിരിക്കും കേട്ടോ. ടിക്കറ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിനുവേണ്ടി തന്നെ കുറേ സ്റ്റെപ്പ് കയറി മേലേക്ക് പോകണം എന്നുള്ള കാര്യം. ആ സ്റ്റെപ്പ് കയറി തന്നെ നമ്മുടെ കാലൊന്ന് കുഴച്ചു കേട്ടോ. അത്രയ്ക്ക് ആരോഗ്യമൊക്കെ ഉള്ള സത്യം പറയാമല്ലോ. കുറേ അങ്ങനെ മേലേക്ക് കയറാനുണ്ട്. ഈ കയറി പോണ വഴിക്ക് മുഴുവനും കടകളും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ കഴിക്കാനും കുടിക്കാനും ഇതൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കടകളൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അവിടെ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് മേലെ ചെന്നിട്ട് കുറച്ച് നേരം ഇരിക്കണമായിരുന്നു. പിന്നെ എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ മേലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഇരുന്നിട്ട് പിന്നെ മേലേക്ക് പോകാൻ നേരത്ത് അവിടെ നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുക്കും കേട്ടോ. നമ്മളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫോട്ടോസൊക്കെ എടുക്കാം. അത് അവർ തിരിച്ച് വന്നു കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് കാണിച്ചു തരും കേട്ടോ. അപ്പോൾ റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മേലെ എത്തിക്കഴിഞ്ഞപ്പം അവിടെയും ഒരു അത്യാവശ്യം നീണ്ട ഒരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഒരുപാട് നേരമൊന്നും അങ്ങനെ നിൽക്കേണ്ടി വന്നില്ല ഞങ്ങൾക്ക് റോപ്പ് വേയിൽ കയറാൻ വേണ്ടിയിട്ട്. 3 6 വെച്ചുണ്ടായിരുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയും വരികയൊക്കെ ചെയ്യുന്നതായിട്ടേ. അപ്പം ഒത്തിരി ഞങ്ങൾ 12 പേരുണ്ടായിരുന്നത് കൊണ്ട് 2 കയറി പോകേണ്ടി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്നാലും ഒരുപാട് നേരമൊന്നും അങ്ങനെ ഞങ്ങൾക്ക് നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ആദ്യം ഇത് കണ്ടപ്പം ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനല്ലേ ആളെ, എനിക്ക് ഈ റൈഡ്സും കാര്യങ്ങളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര പേടിയുള്ള കൂട്ടത്തിലാണ്. അപ്പം പിന്നെ ഈ റോപ്പ് വേ ആണെങ്കിലും വരുന്ന പാടെ നമ്മൾ ചാടി കയറണം അതിനുള്ളിലേക്ക്. അതങ്ങനെ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുകയല്ല. അപ്പോൾ എന്തായാലും എന്നിട്ട് കയറി ഇതങ്ങ് മേലേക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പോകാൻ നേരത്തുണ്ടല്ലോ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമേ ഇങ്ങനെ താഴേക്കൊന്നും നോക്കിയില്ല കേട്ടോ. താഴേക്ക് നോക്കി കഴിഞ്ഞാൽ ഞാനങ്ങ് കിറങ്ങാൻ തുടങ്ങും. ആദ്യമേ ഇങ്ങനെ മേലേക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേലേക്കൊക്കെ നോക്കി പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് അതിനുള്ളിലേക്ക് അങ്ങനെ ആ വീഡിയോയുടെ സ്ക്രീനിലേക്കൊക്കെ നോക്കിക്കൊണ്ടൊക്കെ അങ്ങനെയൊക്കെയായിരുന്നു കൂടുതൽ നേരം ഞാൻ ഇരുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പതുക്കെ താഴേക്കും സൈഡിലേക്കും ഒക്കെ നോക്കി തുടങ്ങി കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നല്ല രസമായിരുന്നു കാണാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മേലേക്കോടെ ഇങ്ങനെ പോകുമ്പോൾ അവിടെയുള്ള ആ പ്രദേശം മുഴുവനും കാണാമല്ലോ. അപ്പോൾ കുറച്ച് മേലേക്ക് അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ ജഡായു പാറയിലെ ആ സംഭവങ്ങളെല്ലാം കാണാനൊക്കെ തുടങ്ങി. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് കുറേ പാറകളും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല രസമായിരുന്നു കാണാനായിട്ട് കേട്ടോ. പിന്നെ ഇതിങ്ങനെ പതുക്കെയല്ലേ പോകുന്നത്. അപ്പോൾ ഈ കാറ്റൊക്കെ വീശുമ്പോൾ ഉണ്ടല്ലോ ചെറുതായിട്ട് നിന്ന് ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം നെഞ്ചിലൊരു ഇടുപ്പ് പേടിച്ചിട്ടേ ഈ പോണ വഴിക്ക് ഈ പാറയുടെ മുകളിലെ ഭാഗമൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതേ കണ്ടോ, ഇങ്ങനെ നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ കണ്ടോ നടന്നു പോകുന്നവർക്ക് പോകാനുള്ള ആ സ്റ്റെപ്പൊക്കെ അതുവഴി ഉണ്ടായിരുന്നു. ഈ താഴേക്കൊക്കെ വരുമ്പോൾ ചെറിയ സ്റ്റെപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം കുത്തനെയുള്ള കയറ്റമൊക്കെയാണ്. നല്ല ആരോഗ്യമുള്ളവർക്കൊക്കെ പിന്നെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ വരുവാണെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് കയറിപ്പോകാനൊക്കെ നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങളതേ ആ മലയുടെ മേലെത്തി റോപ്പ് വേ ഒക്കെ ഇറങ്ങി. പിന്നെ ഒരിത്തിരി സ്റ്റെപ്പും കൂടി ഉണ്ടായിരുന്നു മേലേക്ക് കയറി പോകാനായിട്ട്. അങ്ങനെ ഏറ്റവും മേലെ എത്തി. ഇതാണ് സംഭവം. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാശ്വാസം. നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏകദേശം ഒരു 12 മണിയാകാറായപ്പോഴാണ്, അതായത് എനിക്കൊന്നൊരു 11:30 ഒക്കെ സമയത്താണ് അവിടെ എത്തിയത്. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. പക്ഷെ അതിന് മാത്രം അങ്ങനെ ചൂട് തോന്നില്ല. വെച്ച് കഴിഞ്ഞാൽ തൊപ്പി വേണം, നല്ല വെയിലായതുകൊണ്ട്. പിന്നെ ചെറിയ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് ഇതിൻ്റെ മേലേക്ക്.
അപ്പോൾ ഈ തണുത്ത കാറ്റ് വീശുന്നത് കൊണ്ട്, ചെറിയ കാറ്റൊക്കെ വീശുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് അങ്ങ് ചൂട് തോന്നിയില്ല കേട്ടോ. മേലെ എത്തിയപ്പോഴും ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിന് ചുറ്റിനും ഒന്ന് നടന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തു. ഇതിൻ്റെ മേലെ തന്നെയായിട്ട് ഒരു കുഞ്ഞ് അമ്പലം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ അമ്പലത്തിലേക്ക് കയറാനായിട്ട് നമുക്ക് പുറത്ത് ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് വേണം, ടോക്കണൊക്കെ എടുത്തിട്ട് വേണം കയറാനായിട്ട്. അന്നേരപ്പോഴായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടിൻ്റെ കാഠിന്യം അറിഞ്ഞത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണ്ട ഈ പാറപ്പുറത്തോടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനും തിരിച്ചിറങ്ങി വരാനായിട്ട് അവിടെ തന്നെയാണ്, എന്നാലും അങ്ങോട്ട് ആ അമ്പലത്തിലേക്ക് കയറാനും തിരിച്ചിറങ്ങി വരാനായിട്ട് അവർ ചവിട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എന്നാലും അതിൻ്റെ മേലെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ കാലങ്ങ് പൊള്ളിപ്പോകും കേട്ടോ. അത്രയ്ക്ക് ചൂടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുന്നിൻ്റെ മണ്ടയ്ക്കായിട്ട് ഈ പാറക്കല്ല് ഇങ്ങനെ വെയിലത്ത് പൊള്ളി കിടക്കുമല്ലേ, അന്നേരപ്പോൾ നമ്മുടെ കാലൊക്കെ അങ്ങ് നല്ലപോലെ പൊള്ളും. അപ്പോൾ നല്ല ചൂടായിരുന്നു. അന്നേരപ്പോഴാണ് ഇത്രയ്ക്ക് ഭയങ്കര ചൂടറിഞ്ഞുള്ളൂ. അല്ലാതെ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ട് നടക്കുമ്പം അത്ര വലിയ കുഴപ്പമില്ല. തലയിൽ വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തൊപ്പി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത് കണ്ട് ഇങ്ങനെ ഒരു തണലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട്. പിന്നെ ചായയും കടിയൊക്കെ കിട്ടുന്ന കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ മേലെ എത്തിക്കഴിയുമ്പോഴേക്കും മിക്കവാറും കുട്ടികൾക്കും ഒക്കെ പരവേശമൊക്കെ എടുക്കുമല്ലോ, ദാഹിക്കുകയോ വിശക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള കടയുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അമ്പലം ഉണ്ടെന്ന്. അപ്പോൾ അമ്പലത്തിലേക്ക് പോകുന്ന വഴിയാണിത് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ അവിടെയൊക്കെ ഒന്ന് കയറി ഇറങ്ങി തിരിച്ചു വന്നു കഴിഞ്ഞാലും നല്ല രസമാണ് ഇവിടെ നിന്ന് താഴേക്കൊക്കെ നോക്കാനായിട്ട്. ഈ പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നല്ലപോലെ കാണാമല്ല ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴേ. പിന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഒത്തിരി സൗകര്യങ്ങളുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പിന്നെ താഴേക്ക് ഇറങ്ങി വന്നത് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. നല്ല രസമല്ലേ കാണാൻ, ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ചിറങ്ങി വന്ന് താഴെ കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ കടയിൽ കയറി. പിള്ളേർക്കൊക്കെ ഒരു പരവേശമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കടയിൽ കയറി ചെറുതായിട്ടൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് കേട്ടോ. ഇതിനുള്ളിൽ ഞാൻ പറയാൻ മറന്നുപോയായിരുന്നു, ഇതിനുള്ളിലായിട്ട് ഒരു മ്യൂസിയം ഒക്കെ പണിതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും വരുവാണെങ്കിൽ അതൊക്കെ കാണാൻ പറ്റുമായിരിക്കും. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കയറി പോകാൻ നേരത്ത് അവർ നമ്മളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞില്ലേ. അപ്പോൾ അത് തിരിച്ച് വരുന്ന വഴിക്ക് അവർ ഒരു ഫ്രെയിമിൽ ആക്കി തരും. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫ്രെയിം വേണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫ്രെയിമിൽ നമുക്ക് ആ ഫോട്ടോ മേടിക്കാവുന്നതാണ് കേട്ടോ. വേണമെങ്കിൽ മേടിച്ചാൽ മതിയേ, ഇനി നിർബന്ധമൊന്നുമില്ല നമ്മളത് മേടിക്കണമെന്നൊന്നും. അവരെന്തായാലും നമ്മുടെ ഫോട്ടോ എടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ചാൽ മതി. അത് നമ്മൾ പിന്നെ തിരിച്ച് വരാൻ നേരത്ത് റോപ്പ് വേ വഴി താഴെ വന്നിറങ്ങിയിട്ട് പിന്നെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമല്ലോ. അപ്പോൾ അതിൻ്റെ അവിടെ നമുക്ക് കിട്ടും. അത് കിട്ടുന്ന ആ ഒരു കട പോലെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്കത് കിട്ടും. നമ്മളത് നോക്കിയിട്ട് അവരുടെ സ്ക്രീനിൽ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ജഡായു പാർക്കിലെ വിശേഷങ്ങൾ. അപ്പോൾ അന്നത്തെ ദിവസം വേറെ പോയ സ്ഥലങ്ങളുടെയൊക്കെ ഞാൻ ഇടാൻ വേണ്ടി ഇരിക്കുമായിരുന്നു ഈ വീഡിയോയിൽ. പക്ഷേ ഇതിനകത്ത് എനിക്ക് ഇടുന്നതിന് ചെറിയൊരു പ്രശ്നമുണ്ട്, ചെറിയ സ്പേസ് ഇഷ്യൂ ഒക്കെ മൊബൈലിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ ആ വിശേഷങ്ങൾ പറയാം കേട്ടോ.